സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ലീലാവതിയെക്കാളും പേടിയാ. ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് പോകുമ്പോൾ കിടുകിടാന്നൊരു വിറയില്. വിറയ്ക്കരുത്. 5 ബാധകൾ നമുക്ക് നേർക്ക് നിന്ന് വെല്ലുവിളിച്ചാലും ചങ്കൂറ്റത്തോടെ നേരിടണം. വെല്ലുവിളി സംയമനത്തോടെ നേരിടണം. എന്താ ചേച്ചി ഈ ബാധയും ഭൂതൊന്നും അങ്ങനൊന്നും ഇല്ലെന്നാണ്. നന്നായി. അവിടെ അല്ല, ഇത്ര അടുത്ത് ഞാൻ ബാധയെ കണ്ടിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഒരു 7-8 ബാധ ഉണ്ടായിരുന്നു കേട്ടാ. അതുകൊണ്ട് ബാധയും ഭൂതവും ഒന്നും ഇല്ലെന്ന് മാത്രം കുക്കുരു പറയരുത് കേട്ടാ. ഇപ്പൊ തന്നെ അല്ല, ആ ലൈറ്റ് ബാധ വിചാരിച്ച മുസ്കോന്ന് താഴെ. വേണ്ട ചേച്ചി, ഇനി ഒന്നും പറയണ്ട ചേച്ചി. ഈ ബാധയും ഭൂതൊക്കെ പറഞ്ഞു വേണ്ട. ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ മതി. മന്ത്രവാദം. മന്ത്രവാദം മാത്രമേ ഉള്ളൂ ഇതിന് പ്രതിവിധി. ഏത് കൊടികെട്ടിയ ബാധയും തളയ്ക്കുന്ന ഒരു മന്ത്രവാദി ഉണ്ട് എനിക്ക്. അപ്പുറത്തെ ലീലാവതി കുഞ്ഞും മന്ത്രവാദിയെ കുറിച്ച് ചോദിച്ചു. 2 വീട്ടിലേക്ക് ഒരുമിച്ച് മന്ത്രവാദിക്ക് ഓർഡർ കൊടുത്താൽ ഡിസ്കൗണ്ട് കിട്ടും. ഏർപ്പാട് ചെയ്യട്ടെ കുഞ്ഞേ? മന്ത്രവാദി ഏർപ്പാട് ചെയ്യട്ടെ? അയ്യേ, ഞാൻ ബോധം കെട്ട് വീണ വെറും നമ്പരായിരുന്നു, വെറും ചാടാ. സത്യം പറഞ്ഞ അവരുടെ കഥ കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. ഒരു കഥ പറയണതിന്റെ ഇടയിൽ ഞാൻ ഉറങ്ങിപ്പോയതല്ലേ, അങ്ങനെ തൂക്കി തട്ടിയതാണ്. തൂക്കി തട്ടിയത് എന്ന് വെച്ചാ ഉറക്കം തൂങ്ങി ഒലഞ്ഞത്, അങ്ങനെ വീണതാണ്. അല്ലാതെ പേടിച്ചിട്ടല്ല. പക്ഷേ എനിക്കെന്തോ കൊല്ലാത്ത പേടി പോലെ. അമ്മാവ ക്ഷമയ്ക്കൊരു അതിരുണ്ട് കേട്ടോ. കന്ന് കളിച്ചാ കാണാൻ കൊള്ളാം, കാള കൂത്താടി എന്തിനു കൊള്ളാം. എന്താ കുട്ടി ഇതൊക്കെ? കുട്ടി എന്ന് പറഞ്ഞില്ലേ പ്രേതത്തിനെയും ഭൂതത്തിനെയും കുറിച്ച്? അന്ന് മുതൽ എനിക്ക് പേടി തുടങ്ങിയിരിക്കുകയാണ്. എനിക്കൊരു കൂട്ട് വേണം. ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. ഓ എന്റെ പൊന്നെ, ഈ മുതുക്കനെ കൊണ്ട് തോറ്റല്ലോ എന്റെ ഈശ്വര. ആനയ്ക്ക് മതം പൊട്ടി ആ മയക്ക് ഓടി വെച്ച് തളയ്ക്കായിരുന്നു. ഓ, ഇതുപോലെ ഒരെണ്ണത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പോ അങ്ങോട്ട്. ലതാകുമാരി നിൽക്ക്. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകല്ലേ കുട്ടി. ഭയത്തിന്റെ നടുക്കടലിൽ എന്നെ വലിച്ചെറിഞ്ഞിട്ട് കുട്ടി ഓടി ഒളിക്കരുത്. പേടിയാണ്, എനിക്ക് പ്രേതത്തെ പേടിയാണ്. പേടി മാറണമെങ്കിൽ എനിക്ക് കൂട്ടു വേണം. ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കുട്ടി എവിടെ പോയാലും എനിക്ക് പിന്തുടർന്നേ തീരൂ. എവിടെ തിരിഞ്ഞാലും അവിടൊക്കെ ബാധ നിൽക്കുന്നത് പോലൊരു തോന്നൽ. ഓ, അത് നേരാ. ഒരു ബാധ കുറച്ച് നാളുകൊണ്ട് ഇവിടെ പറ്റി കൂടിയിരിക്കുക. അതിന് ഒഴിപ്പിച്ചു വിടേണ്ട കാലമായി. കുട്ടി വിളിച്ചേ? ഞാനൊരു രസത്തിനാ, ചുമ്മാ. ഞാനും ചുമ്മാ. എനിക്കൊട്ടും പേടിയില്ലമ്മ. ഞാൻ ഭയങ്കര ധൈര്യശാലിയാ. ഞാനും ഭയങ്കര ധൈര്യശാലനാ മോളെ. ഉച്ചോറക്കത്തിന് മോള് പോയതല്ലേ? ചെന്ന് കിടന്ന് ഉറങ്ങിക്കോ. അതെ, ഈ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് ആരോഗ്യത്തിന് കേടാ അമ്മാവാ. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല, വണ്ണം വെക്കും. അത് ശരിയാ മോള് പറഞ്ഞത് നേരെ. നമുക്കിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. അതെ അതെ അതെ. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന മഹാ ചീത്ത ശീലവും അമ്മാവാ. നമ്മളെ അത് മടി പിടിപ്പിക്കും. നമുക്ക് പരസ്പരം കഥകൾ പറഞ്ഞിരിക്കാം. ആദ്യം ഞാനൊരു കഥ പറയും,
ഞാൻ കഥ പറഞ്ഞു തീരുമ്പോ മോനൊരു കഥ പറയണം. വിശ്വേട്ടനും പപ്പനും വരുന്നവരെ നമുക്ക് കഥ പറഞ്ഞുകൊണ്ടിരിക്കാവേ. ആദ്യം ഞാൻ കഥ അമ്മാവൻ പറയും. പണ്ടൊരു കാട്ടിൽ ഒരു യക്ഷി ഉണ്ടായി. ഏലവായോ അത് വേണ്ട, അത് വേണ്ട, വേറെ കഥ പറയാൻ ഞാൻ. പണ്ടൊരു അതല്ല, ഒരു മാൻപേട ഉണ്ടായി. മാൻപേട. ആ മാൻപേട